بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. അള്ളാഹുവിൻ്റെ ഉന്നതമായ സുലൂക്കിൽ പ്രവേശിക്കുന്ന ആൾക്ക് ഒരു ഷെയ്ഖ് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഷെയ്ഖ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നായിബായിരിക്കും, പ്രതിനിധി, ഖലീഫമാരായതുപോലെ. എന്നിട്ട് അദ്ദേഹം അങ്ങനെ ആ ഷെയ്ഖിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്നുള്ളത് പറയാമെന്നാണ് ഇന്നലെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഫനഖൂലു, നമ്മൾ പറയാം, മൻ യുഅ്രിദു അൻ ഹുബ്ബിദ് ദുനിയ, ആരെങ്കിലും ദുനിയാവിന്റെ ഹുബിനെയും വിട്ട് പിന്തിരിഞ്ഞാൽ, ഹുബ്ബിൽ ജാഹി, പ്രതാപത്തിന്റെ ഹുബിനെയും വിട്ട്, ഭൗതിക ലോകത്തിന്റെ ഓടുള്ള സ്നേഹം, അതുപോലെ തന്നെ പ്രതാപം ഉണ്ടാകണമെന്നുള്ള സ്നേഹം, അതിന്റെ ഇഷ്ടം, അതിൽ നിന്നെല്ലാം ഒരാൾ പിന്തിരിഞ്ഞു. വകാനായാളായ ഖദ് താബഅ ലി ശഖ്സിൻ ബസീരിൻ, അയാൾ പിൻപറ്റിയവനായി ലി ശഖ്സിൻ ബസീരിൻ, ഉൾക്കാഴ്ചയുള്ള ഒരു വ്യക്തിയെ. എങ്ങനത്തെ വ്യക്തിയാണ്? തതസൽസലു മുതാബഅതുഹു, അദ്ദേഹത്തിന്റെ മുതാബഅത്ത്, അദ്ദേഹത്തിന്റെ പിന്തുടർച്ച, അത് ചെന്നെത്തുന്നു ഇലാ സയ്യിദുൽ മുർസലീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചെന്നെത്തുന്നു. അങ്ങനത്തെ പിന്തുടർച്ച ഉള്ള ഒരു വ്യക്തിയെ അദ്ദേഹം പിൻപറ്റി. കാന മുഹ്സിനൻ, അദ്ദേഹമായിരുന്നു മുഹ്സിനൻ, നന്മ ചെയ്യുന്നയാളായിരുന്നു. റിയാദത്ത് നഫ്സിഹി, അദ്ദേഹത്തിന്റെ നഫ്സിനോടിന്റെ റിയാദയെ, നഫ്സിനെ പാകപ്പെടുത്തന്നെ നന്നാക്കുന്നയാളായിരുന്നു. ബിഖില്ലത്തിലാക്കിലി, ഭക്ഷണം കുറയ്ക്കൽ കൊണ്ട്, ഖൗലി, വർത്തമാനം കുറയ്ക്കുക, വന്നോമി, ഉറക്ക് കുറയ്ക്കുക, കസറത്ത് സ്വലവാത്ത്, നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, സദഖത്ത്, സദഖ വർദ്ധിപ്പിക്കുക, വസ്സോമി, നോമ്പ് വർദ്ധിപ്പിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായി. വകാന, ആ മനുഷ്യനായി, ബിമുതാബഅതിഹി, ആ ബസീറായ മനുഷ്യനെ പിൻപറ്റുന്നത് കാരണമായി, ബിമുതാബഅതിഹി, അയാൾ പിൻപറ്റുന്നത് കാരണമായി, ദാലിക ഷെയ്ഖൽ ബസീറ, ആ ഉൾക്കാഴ്ചയുള്ള ഷെയ്ഖിനെ പിൻപറ്റുന്നത് കാരണമായി അദ്ദേഹം ആരായി? ജാഹിലൻ, അദ്ദേഹം ആക്കുന്നയാളായി, മഹാസിനൽ അഖ്ലാഖി, സൽസ്വഭാവങ്ങളെ, സീറത്തൻ ലഹു, ലഹു സീറത്തുന്ന സീറത്തൻ ലഹു, അദ്ദേഹത്തിന്റെ നടപടിക്രമമാക്കുന്നയാളായി. ഈ പറഞ്ഞ ബസീറായ വ്യക്തിയെ പിൻപറ്റുന്നത് കാരണമായി നല്ല നല്ല സ്വഭാവങ്ങളെ അയാൾ തന്റെ നടപടിക്രമമാക്കി എടുത്തു. വസ്സലാത്തി, ഉദാഹരണം കസ്സബിരി വസ്സലാത്തി വശുക്രി വത്തവക്കുലി വൽ യഖീനി, ഇതെല്ലാമാണ് നല്ല ഗുണങ്ങൾ. വൽ ഖനാഅത്തി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. വതമഅനീനത്തിൻ നഫ്സി, നഫ്സിനെ അടക്കുക, ഇച്ഛകളിൽ നിന്നെല്ലാം. വൽ ഹിൽമി, സഹനശീലം. വതവാദുഉ, താഴ്മ. വൽ ഇൽമി വസ്സിദ്ഖി വൽ ഹയാഇ വൽ വഫാഇ, കരാർ പൂർത്തീകരണം. വൽ വഖാരി, സ്വന്തം തനിക്കൊരു എല്ലാം തമാശയാക്കാതെ ഒരു ഗൗരവഭാവം, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, പടച്ചവന്റെ അടിമയായിട്ട് മുമ്പോട്ട് പോകേണ്ടവനാണെന്നുള്ള ആ ഗൗരവം. ഇപ്പോൾ സുക്കൂനി, പിന്നെ എടുത്തിയാട്ടമില്ലാത്ത അടങ്ങിയ നിലപാട്. തഅന്നി, സാവധാനത്തിലെല്ലാം ചെയ്യുക. അംസാരി, ഇതുപോലുള്ള കുറെ നല്ല ഗുണങ്ങൾ അയാൾ എന്തായി തൻ്റെ ജീവിതത്തിൽ നടപടിക്രമമാക്കി എടുക്കുകയും ചെയ്തു. എന്നാൽ ഫഹുവ, അയാള് അന്നേരത്ത് ഇങ്ങനെ ഒരു ബസീറായ ഷെയ്ഖിനെ പിൻപറ്റി ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ തന്നിൽ സ്വാംശീകരിച്ചു കഴിഞ്ഞാൽ അയാൾ ആരാകും? നൂറും മിൻ അൻവാരിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശങ്ങളിൽപ്പെട്ട ഒരു പ്രകാശത്തിന്റെ ഭാഗമായി മാറും ആ മനുഷ്യൻ. യസ്ലഹു ലിൽ ഇഖ്തിദാഇ ബിഹി, അദ്ദേഹം ആരാകും? പിൻപറ്റുന്നതിന് അർഹനായി തീരും. വലാക്കിന്റെ പക്ഷേ വുജൂദ മിസ്ലിഹി, ഇതുപോലുള്ള ആളിനെ കരസ്ഥമാക്കുക എന്നുള്ളത് നാദിറുൻ, അപൂർവമാണ്. അഹസ്സു, വളരെ കുറവാണ്. മിനൽ കിബ്രീത്തിൽ അഹ്മർ, ചമന്ന മാണിക്യത്തെക്കാൾ. ചമന്ന മാണിക്യം എന്നൊക്കെ പറയുന്ന സാധനം വെറുതെ പറയാവുന്നുള്ളൂ, കാണാൻ പറ്റില്ല, അത്രയും കുറവാണ്. അതിനേക്കാൾ കുറവാണ് ഈ സൈസ് ബസീറായ ഇത്രയും ഗുണങ്ങളുള്ള ഒരു ഷെയ്ഖിന് കിട്ടുക എന്നുള്ളത്. ബസീറായ ഒരു ഷെയ്ഖിനെ പിൻപറ്റിയാണെങ്കിൽ ഈ ഗുണങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടാകും. ഒമൻ, ഒരാള്, സഹാദത്തു, അയാളെ സഹായിച്ചു, അസഹാദത്തു, ഉന്നതമായ വിജയം, സൗഭാഗ്യം അയാളെ സഹായിച്ചു. അങ്ങനെ ഫവജദ, അയാൾ എത്തിച്ചു, ഷെയ്ഖൻ,
ഒരു ഷെയ്ഖിനെ കമാദക്കറിന നാം പറഞ്ഞ പോലുള്ള ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ള ഷെയ്ഖിനെ എത്തിച്ചു. ആ കബിലോ അയാളെ അദ്ദേഹം സ്വീകരിച്ചു. ആ കബിലഹു ഷെയ്ഖു അദ്ദേഹത്തിന്റെ ഷെയ്ഖ് സ്വീകരിച്ചു. എന്നാൽ അങ്ങനെ ഇദ്ദേഹം ഒരു ഷെയ്ഖിനെ എത്തിക്കുകയും ആ ഷെയ്ഖിന് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടാവുകയും അങ്ങനെ ആ ഷെയ്ഖ് ഇദ്ദേഹത്തിനെ സ്വീകരിക്കുകയും ചെയ്താൽ യംബഗി അത്യാവശ്യമാണ് അൻ യഹ്തരിമഹു ആ ഷെയ്ഖിനെ ഇയാൾ ബഹുമാനിക്കൽ ലാഹിറൻ വബാത്തിന ബാഹ്യമായും ആന്തരികമായും ബഹുമാനിക്കൽ അത്യാവശ്യമാണ്. ബാഹ്യമായും ആ ഷെയ്ഖിനെ ബഹുമാനിക്കണം, ഉള്ളിന് മുനാഫിഖ് തരം വെക്കാണ്ട് ഉള്ളിലും അത് ആ ഷെയ്ഖിനെ അയാൾ ബഹുമാനിക്കണം. അമ്മഖ്തിറാമുൽ ലാഹിരി, ലാഹിറിലെ ബഹുമാനം എന്ന് പറയുന്നത് അത് അല്ലാ യുജാദിലഹു ആ ഷെയ്ഖിനോട് തർക്കിക്കാതിരിക്കലാണ്, വലാ യസ്തഗ്ഹിൽ അവൻ ജോലിയാകാതിരിക്കലാണ്, ബിൽ ഇഹ്തിജാജ് മഅഹു ആ ഷെയ്ഖിനോടൊപ്പം തെളിവ് അന്വേഷിക്കൽ കൊണ്ട് ഫീ കുല്ലി മസ്അലത്ത് എല്ലാ കാര്യത്തിനും അങ്ങ് ചെയ്യുന്നതിന്റെ തെളിവെന്താന്ന് ചോദിക്കുക, അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുക, തർക്കിക്കാതിരിക്കുക, തെളിവിന് അന്വേഷിക്കുന്നതുമായി ജോലിയാകാതിരിക്കുക. വൈൻ അലിമ ഖത്തഅഹു വൈൻ അലിമ ഇയാൾ അറിഞ്ഞാലും ശരി ഖത്തഅഹു ഷെയ്ഖിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഖത്തഇനെ അറിഞ്ഞാലും അതിന്റെ ഓരോന്നിന്റെയും തെളിവ് അന്വേഷിച്ചുകൊണ്ട് നിൽക്കാതിരിക്കുക. വലാ യുൽഖിയ ബൈന യദൈഹി ആ ഷെയ്ഖിന്റെ മുമ്പിൽ അയാൾ ഇടാതിരിക്കുക സജ്ജാദത്തോ തന്റെ വിരിപ്പിനെ. സജ്ജാദത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാര പടത്തിനാണ് പറയുന്നത്. ഇവിടെ ഉദ്ദേശം ഇരിക്കാനുള്ള വിരിപ്പ്, ഷെയ്ഖിന്റെ മുമ്പിൽ ഇരിക്കാതിരിക്കുക എന്നർത്ഥം. ഇല്ലാ വഖ്ത അദാ ഇസ്വലാത്തി നിസ്കാരം നിർവഹിക്കുന്ന സമയത്തിൽ അല്ലാതെ, അന്നേരം മുമ്പിലോ പിമ്പിലോ എവിടെയെങ്കിലും കിട്ടുന്ന സ്ഥലത്ത് നിന്ന് നിസ്കരിക്കണം. കാരണം യജമാനായ അള്ളാഹുവിന്റെ മുമ്പിലാണ്, ഷെയ്ഖ് മുരി എന്നുള്ള വ്യത്യാസമില്ല, എല്ലാം അള്ളാഹുവിന്റെ അടിമയാണ്. നിസ്കാരത്തിന്റെ സമയത്തിലല്ലാതെ സജ്ജാദത്തിന് ഇടാതിരിക്കുക. ഫൈദാ ഫറഗ നിസ്കാരത്തിന് വിരമിച്ചു കഴിഞ്ഞാൽ യർഫഉ അതിനെ അയാൾ ഉയർത്തണം, അയാൾ മുമ്പിൽ ഇരിക്കരുത്. വലാ യുക്സറ അയാൾ വർദ്ധിപ്പിക്കരുത്. നവാഫില സ്വലാത്തി ഒരുപാട് നഫിലുകളെ ബിഹദ്റത്തിഹി ഷെയ്ഖിന്റെ സാന്നിധ്യത്തിൽ സുന്നത്തുകളെ അയാൾ വർദ്ധിപ്പിക്കരുത്. ഒറ്റയ്ക്കാകുമ്പോൾ നിസ്കരിക്കാം. വയഅമല മാ യഅ്മുറുഹു ഷെയ്ഖു ഷെയ്ഖ് എന്താണോ കൽപ്പിക്കുന്നത് അത് ചെയ്യണം. മിനൽ അമലി അമലിനാൽ ബിഖദ്രി വുസ്ഇഹി അയാളുടെ കഴിവനുസരിച്ച്, അയാളുടെ വിശാലത അനുസരിച്ച്, വതാഖത്തി അയാളുടെ കഴിവനുസരിച്ച് ഷെയ്ഖ് കൽപ്പിക്കുന്നതൊക്കെ ചെയ്യണം. ഇതാണ് ലാഹിരിയായി ഒരു ഷെയ്ഖിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ. മഹ്തറാമുൽ ബാത്തിനി ബാത്തിനിയായുള്ള ബഹുമാനം എന്താണ് ആന്തരികമായിട്ടുള്ളത്? അത് അന്നകുല്ലമാ യസ്മഉ വയഖ്ബലു മിന്നു ഈ ഷെയ്ഖിൽ അദ്ദേഹം കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫിൽ ലാഹിരി ലാഹിറിൽ അയാൾ സ്വീകരിക്കുന്നു കേൾക്കുന്നു, അതെല്ലാം തന്നെ ലാ യുൻകിറുഹു അതിനെ ഇയാളെ നിരാകരിക്കരുത് ഫിൽ ബാത്തിനി. എന്താ ഈ ഷെയ്ഖ് പറയുന്നത്, ഇതൊന്നും ശരിയല്ല, പിന്നെ അനുസരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് മനസ്സിനെ പുണ്ണാക്കരുത്. അങ്ങനെ ഫിത്നയിലേക്ക് എന്തിലേക്ക് പോകരുത്, പിന്നെ നിഫാക്കിലേക്ക് പോകരുത്. ലാ ഫിഅലൻ വലാ കൗലൻ ഫിഅലനോ കൗലനോ അയാളുടെ ഭാഗത്തൊന്നും ആന്തരികമായ ഇൻകാരം ഉണ്ടാകാൻ പാടില്ല, ആന്തരികമായ ഇൻകാരം ഉണ്ടാകാൻ പാടില്ല. ലാ ഫിഅലൻ ആ ഷെയ്ഖിന്റെ ഫെയിലിലോ ഷെയ്ഖിന്റെ കൗലിലോ എന്നും അർത്ഥം വയ്ക്കാം. എന്താ അല്ലാ യത്തസിമ ബിൻ നിഫാഖ് ഇയാള് നിഫാഖ് കൊണ്ട് മുത്തസിമാകാതിരിക്കാൻ വേണ്ടി, നിഫാഖ് കൊണ്ട് അടയാളപ്പെട്ടവനാകാതിരിക്കാൻ വേണ്ടി. എല്ലാം യസ്തത്തെ അയാൾക്ക് അതൊന്നും സാധ്യമല്ല, ഈ രീതിയിൽ ഷെയ്ഖിനെ ബഹുമാനിക്കാൻ കഴിയില്ലെങ്കിൽ യത്രുക്കു സുഹബത്തു ആ ഷെയ്ഖുമായിട്ടുള്ള സുഹബത്തിനെ അയാൾ വിട്ടേക്കണം. ഇലാ അൻ യുവാഫിഖ ബാത്തിനുഹു ലാഹിറഹു ഇയാളുടെ ആന്തരികം ലാഹിറുമായി യോജിക്കുന്നത് വരെ ശരിക്കും ആ ഷെയ്ഖിനെ പഠിച്ച് മനസ്സിലാക്കി ആ ഷെയ്ഖിനെ പിൻപറ്റാൻ തയ്യാറാകുന്നവരെ സുഹബത്തിനെ വിട്ടേക്കണം. വയഹ്തരിസു അയാൾ സൂക്ഷിക്കണം, അകന്നു നിൽക്കണം. മുജാലസത്തി സാഹിബി സൂഹി മോശമായ കൂട്ടുകാരന്റെ ഈ വേദി പങ്കിടുന്നതിനെ തൊട്ട് അയാൾ ഒഴിഞ്ഞു നിൽക്കണം. എന്താ കാരണം? ലിയഖ്സുറ വിലായത്ത ഷയാത്തീനിൽ ജിന്നി വൽഇൻസി മനുഷ്യ ജിന്ന് പിശാചുക്കളുടെ വിലായത്തിനെ അയാൾ ചുരുക്കാൻ വേണ്ടി, തടയാൻ വേണ്ടി അൻസിഹ്നി ഖൽബിഹി അയാളുടെ കൽബിന്റെ മൈതാനിയെ തൊട്ട് മനുഷ്യ പിശാചുക്കളെയും ജിന്ന് പിശാചുക്കളെയും എല്ലാം ഇയാളുടെ മനസ്സിലുള്ള ആ വിലായത്തിന് അധികാരം സ്ഥാപിക്കുന്നതിനെ തടയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫയുസഫ അയാൾ തടയപ്പെട്ടവനാകും. മിൻ ലൗസി ശൈത്താനത്തി പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും അയാൾ തടയപ്പെട്ടവനാകും. പാലാക്കുല്യ ഹാലിൻ എല്ലാ അവസ്ഥയിലും യഖ്താറുൽ ഫഖ്റ അലൽ ഖിന ഖിനയേക്കാൾ അയാൾ ഫഖറിനെ തിരഞ്ഞെടുക്കണം. അയാൾ വലിയ പണക്കാരനാകണം, ഇഷ്ടം പോലെ കാശുണ്ടാകണമെന്ന ആഗ്രഹം പാടില്ല ഷെയ്ഖിനെ തിരഞ്ഞെടുക്കുന്ന ആൾ. അയാൾ കഴിയുന്നതും ഖനിയാകാതെ ഫക്കീറായി കഴിഞ്ഞുകൂടാൻ ശ്രമിക്കണം. ഇതാണ് ഒരു ഷെയ്ഖിനെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ചെയ്യേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുമ്മഅലം പിന്നെ നീ അറിയണം അന്ന തസവുഫ് എന്ന് പറയുന്നത് ലഹു അതിനുണ്ട് ഹസ്ലത്താനി രണ്ട് കാര്യങ്ങൾ.
തസവുഫിന് രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? അൽ ഇസ്തിഖാമത്ത് മഅ അല്ലാഹി തആല. ഒന്നാമത് അള്ളാഹുവിനോടൊപ്പമുള്ള ഇസ്തിഖാമത്ത്. അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരുവിധ തിരിവുമില്ലാണ്ട് ചൊവ്വായി ഉറച്ചു നിൽക്കുക. സുക്കൂൻ ആനൽ ഖൽഖ്, സിട്ടികളെ തൊട്ട് അയാൾ സാക്കിനാകുക. സാക്കിനാകുക എന്ന് പറഞ്ഞാൽ എന്താന്ന് പുറകെ പറയും എങ്ങനെയാണ് സാക്കിനാകുക എന്ന്. സിട്ടികളെ തൊട്ട് സാക്കിനാകുക, സിട്ടികളിലെ മെക്കിട്ട് കയറാതെ ശാന്തനാകുക എന്നർത്ഥം. ഫമൻ ഇസ്തഖാമ മഅ അല്ലാഹി അസ്സ വജല്ല, അപ്പോൾ ഒരാൾ അള്ളാഹുവിനോടൊപ്പം ഇസ്തിഖാമത്ത് തേടിയവനായി അവൻ ചൊവ്വായി തീർന്നു. അഹ്സന ഖുലുഖഹു ബിന്നാസി, ജനങ്ങളുമായിട്ടുള്ള ഖുലുഖിനെ അയാൾ നന്നാക്കി നല്ല സ്വഭാവം ആർജിച്ചു. വആമലഹും, ജനങ്ങളുമായി അയാൾ ഇടപെട്ട് ബിൽ ഹിൽമി, സഹനശീലത്തോടുകൂടെ. ഫഹുവ, അയാൾ സൂഫിയുൻ, അയാൾ സൂഫിയായിരിക്കും. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വൽ ഇസ്തിഖാമത്ത്, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അൻ യഫ്ദിയ ഹദ്ദ നഫ്സിഹി, അയാളുടെ നഫ്സിന്റെ ഓഹരി അയാൾ ബലി കൽപ്പിക്കലാണ്. അല അംരില്ല, അള്ളാഹുവിന്റെ കൽപ്പനയുടെ മേൽ. അയാളുടെ നഫ്സിന്റെ ഓഹരിയും അള്ളാഹുവിന്റെ കൽപ്പനയും വരുമ്പോൾ കൽപ്പനയ്ക്ക് മുൻഗണന കൊടുത്ത് മറ്റതിനെ ബലി കൽപ്പിക്കണം. ഹുസ്നുൽ ഖുൽഖ് മഅൻ നാസി, ജനങ്ങളോടൊപ്പമുള്ള സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അല്ലാ തഹ്മിലൻ നാസ, നീ ജനങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കലാണ്. അല്ല മുറാദി നഫ്സിക, നിന്റെ നഫ്സിന്റെ ലക്ഷ്യത്തിന്റെ മേൽ ജനങ്ങളെ നീ ഇങ്ങോട്ട് പ്രേരിപ്പിക്കരുത്. ബൽ മറിച്ച് തഹ്മിലു നഫ്സിക, നിന്റെ നഫ്സിനെ നീ പ്രേരിപ്പിക്കണം. അലാ മുറാദിം, അവരുടെ മുറാദിന്റെ മേൽ. നീ അവരുടെ മുറാദ് അനുസരിച്ച് മുമ്പോട്ട് പോകുന്നവനാകണം. നിന്റെ മുറാദ് അനുസരിച്ച് അവർ വരണമെന്ന് ആഗ്രഹിക്കരുത്. എപ്പോഴ്? മാലം യുഖാലിഫു ശറഅ, അവർ ശരീഅത്തിനോട് എതിരാകാതിരിക്കുവോളം. ശരീഅത്തിനോട് എതിരായിട്ടില്ലെങ്കിൽ അവരെന്താണോ ചെയ്യുന്നത് അതുപോലെ നീ മുമ്പോട്ട് പോകണം. നീ ചെയ്യുന്ന പോലെ അവരെ കൊണ്ടുവരാൻ നീ ശ്രമിക്കരുത്. ഇതാണ് തസവുഫിന്റെ ആകെ ചുരുക്കമായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഇനിയും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ പുറകെ കേൾക്കാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉന്നതമായ സുലൂക്കിന്റെ വഴിയിൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പ്രവേശിച്ചതുപോലെ നമുക്കും പ്രവേശിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യണം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ഇത്തരം ഉന്നതന്മാരായ സൂഫിയാക്കൾ കുറവാണെന്ന്. ഹിജ്റ 470 മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ ഇമാം ഗസ്സാലി വലിയ പുള്ളിയാണ്. മുഹ്യിദ്ദീൻ ശൈഖിന്റെ 10-18 വയസ്സുള്ള അവസരത്തിൽ ഇമാം ഗസ്സാലി വഫാത്തായി. ശരിക്കും ഹിജ്റ 400 തന്നെ അദ്ദേഹം വഫാത്തായി കഴിഞ്ഞു. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു ഷെയ്ഖ് നാദിറാണ്, അപൂർവമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പോഴത്തെ കാര്യം എന്താണ് പറയുക? അള്ളാഹു ആ മഹാന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹു തആല ഈമാനും ഹിദായത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.